കഥ അവൾക്കും കുഞ്ഞിനും കിട്ടിയ നിധി. 3 വയസ്സുകാരി മാളവിൻ്റെ കൈപിടിച്ച് സീന ജനലിനരികിൽ നിശബ്ദമായി ഇരിക്കുകയായിരുന്നു. പുറത്ത് മഴ ശക്തമായി പെയ്യുമ്പോഴും സീനയുടെ കണ്ണുകളിൽ അതിനേക്കാൾ ശക്തമായൊരു മഴയുണ്ടായിരുന്നു. അവളുടെ ജീവിതത്തിലെ ആദ്യ വിവാഹം ഒരു സ്വപ്നം പോലെയാണ് തുടങ്ങിയത്. പക്ഷേ ആ സ്വപ്നം അധികം വൈകാതെ ഒരു പേടി സ്വപ്നമായി മാറി. ഭർത്താവിൻ്റെ അവഗണനയും വഴക്കുകളും ഒടുവിൽ വിവാഹമോചനത്തിലേക്ക് എത്തിച്ചു. അന്ന് സീനയുടെ മനസ്സിൽ ഒരേയൊരു ചിന്തയായിരുന്നു, എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചോ? അവൾക്ക് അന്ന് 28 വയസ്സ് മാത്രം പ്രായം. പക്ഷേ ജീവിതം അവളെ ഒരുപാട് വയസ്സായ ഒരാളെപ്പോലെ തളർത്തിയിരുന്നു. ഒരിക്കൽ അവളും സ്വപ്നം കണ്ടിരുന്നു. സ്നേഹമുള്ള ഭർത്താവ്, ചെറിയൊരു വീട്, കുഞ്ഞുങ്ങൾ, സന്തോഷമുള്ളൊരു കുടുംബം. പക്ഷേ വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ആ സ്വപ്നങ്ങളൊക്കെ ഒന്നൊന്നായി തകർന്നു. ആദ്യ ദിവസങ്ങളിൽ ഭർത്താവിൻ്റെ ദേഷ്യം അവൾ സഹിച്ചു. പിന്നീട് അവഗണന, പിന്നെ നിരന്തരമായ വഴക്കുകൾ. അവസാനം ഈ ബന്ധം എനിക്ക് വേണ്ട എന്നൊരു വാക്കിൽ അവൻ അവളെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയി. സീന ഒരുപാട് കരഞ്ഞു, ഒരുപാട് രാത്രികൾ ഉറങ്ങാതെ കിടന്നു. പക്ഷേ ഓരോ തവണയും മാളവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ സ്വയം പറയും, ഞാൻ തളരില്ല, തളരാൻ പാടില്ല, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ജീവിക്കണം. അങ്ങനെ സീന തൻ്റെ ജീവിതം വീണ്ടും പണിയാൻ തുടങ്ങി. രാവിലെ മാളുവിനെ നഴ്സറിയിലാക്കിയ ശേഷം ജോലിക്ക് പോകും. വൈകുന്നേരം വീട്ടിലേക്ക് കുഞ്ഞിനെ കുളിപ്പിക്കും, ഭക്ഷണം കൊടുക്കും, അവളുടെ കൂടെ കളിക്കും. രാത്രിയിൽ മാളു ഉറങ്ങിയ ശേഷം അടുക്കളയിലെ ചെറിയ മേശക്കരികിലിരുന്ന് അടുത്ത ദിവസത്തേക്കുള്ള കണക്കുകൾ കൂട്ടും. വാടക, കറണ്ട് ബിൽ, മാളുവിൻ്റെ ഫീസ്, വീട്ടുചെലവ് എല്ലാം കഴിയുമ്പോൾ കയ്യിൽ ബാക്കിയാകുന്നത് വളരെ കുറച്ച് പണം മാത്രം. എങ്കിലും സീന പരാതിപ്പെട്ടില്ല. കാരണം അവൾക്ക് മാളു ഉണ്ടായിരുന്നു. മാളുവായിരുന്നു അവളുടെ ലോകം. ഒരു ദിവസം ഓഫീസിൽ സീനയുടെ അടുത്ത സുഹൃത്തായ നിഷ ചോദിച്ചു, സീനെ, വീട്ടിൽ എല്ലാവരും നിന്നോട് വീണ്ടും വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ലേ? സീന ഒന്നും പറഞ്ഞില്ല. നീ ഇപ്പോഴും ചെറുപ്പമാണ്, ജീവിതം മുഴുവൻ ഒറ്റയ്ക്ക് കഴിയേണ്ട കാര്യമില്ല. സീന പതുക്കെ ചിരിച്ചു. എന്നെ ആരെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറായാലും എൻ്റെ മകളെ സ്വീകരിക്കാൻ തയ്യാറാകുമോ? നിഷ മിണ്ടാതായി. സീനയുടെ കണ്ണുകളിൽ ചെറിയൊരു വേദന തെളിഞ്ഞു. എനിക്ക് ഭർത്താവിനേക്കാൾ മുമ്പ് മാളവിന് ഒരച്ഛനെയാണ് വേണ്ടത് നിഷ. അങ്ങനെ ഇരിക്കെയാണ് റഹീം സീനയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. റഹീം സീനയുടെ അതേ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നില്ല. പക്ഷേ അവരുടെ കമ്പനിയിലെ മറ്റൊരു വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. ആദ്യമായി അവർ തമ്മിൽ പരിചയപ്പെടുന്നത് ഒരു ചെറിയ അപകടത്തിലൂടെയാണ്. ഒരു ദിവസം ഓഫീസിൽ നിന്ന് മാളവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ സീനയുടെ സ്കൂട്ടർ വഴിയരികിൽ ഒരു ചെറിയ മരത്തിൽ ചെറുതായെന്ന് തട്ടി. കുഞ്ഞ് പിന്നിലിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോഴാണ് വഴിയിലൂടെ വന്ന റഹീം അവരെ കണ്ടത്. എന്തുപറ്റി? സ്കൂട്ടർ സ്റ്റാർട്ടാകുന്നില്ല. റഹീം അടുത്തുള്ള മെക്കാനിക്കിനെ വിളിച്ചു. സ്കൂട്ടർ ശരിയാക്കി കൊടുത്തു. പണം കൊടുക്കാൻ സീന ശ്രമിച്ചപ്പോൾ അവൻ പറഞ്ഞു, വേണ്ട, കുഞ്ഞ് കരയുന്നത് കണ്ടാൽ ആരായാലും സഹായിക്കും. അവൻ മാളുവിൻ്റെ തലയിൽ കൈവച്ച് ചോദിച്ചു, പേരെന്താ? മാളു. നല്ല പേരാണല്ലോ. മാളു ഒന്നും പറഞ്ഞില്ല. അവൾ അമ്മയെ മുറുകെ പിടിച്ചു. റഹീം ചിരിച്ചു. ശരി, മോളുടെ അച്ഛൻ എവിടെ? ആ വാക്ക് കേട്ടപ്പോൾ സീനയുടെ മുഖം മാറി. റഹീം അത് മനസ്സിലാക്കി, പക്ഷേ ഒന്നും ചോദിച്ചില്ല. ദിവസങ്ങൾ കടന്നു. റഹീമും സീനയും തമ്മിൽ പതുക്കെ സൗഹൃദം വളർന്നു. ഒരു ദിവസം സീന ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ റഹീം ചോദിച്ചു, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. മാളുവിനെ നിങ്ങൾ ഒറ്റക്കാണോ വളർത്തുന്നത്? സീന കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, അതെ. റഹീം കൂടുതലൊന്നും ചോദിച്ചില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ സീനയോട് ഒരു കാര്യം പറഞ്ഞു. സീന, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. സീന ഞെട്ടിപ്പോയി. റഹീം, ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് പറയുന്നത്. എൻ്റെ കഴിഞ്ഞകാലം അറിയാം. എനിക്കൊരു കുഞ്ഞുണ്ട്, അതും അറിയാം. എന്നെ വിവാഹം കഴിച്ചാൽ മാളുവിനെയും സ്വീകരിക്കേണ്ടി വരും. റഹീം അവളെ നോക്കി പറഞ്ഞു, ഞാൻ നിന്നെ മാത്രം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല സീന. നിന്റെ ജീവിതത്തെ മുഴുവൻ സ്വീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സീനയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വാക്കുകൾ പറയാൻ എളുപ്പമാണ്, പക്ഷേ നാളെയെല്ലാം മാറിയാൽ? റഹീം കുറച്ചുനേരം നിശബ്ദനായി. നിനക്ക് എന്നെ വിശ്വസിക്കാൻ സമയമെടുക്കാം. ഞാൻ കാത്തിരിക്കാം. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അവരുടെ വിവാഹം നടന്നു. സീനയുടെ മനസ്സിൽ സന്തോഷത്തേക്കാൾ പേടിയായിരുന്നു. ഇത് ശരിക്കും എൻ്റെ ജീവിതത്തിലെ പുതിയ തുടക്കമാണോ? അവൾ സ്വയം ചോദിച്ചു. വിവാഹശേഷം റഹീം മാളുവിനായി ഒരു ചെറിയ മുറി ഒരുക്കിയിരുന്നു. ചുമരിൽ കുട്ടികളുടെ ചിത്രങ്ങൾ, ഒരു ചെറിയ കട്ടിൽ, കളിപ്പാട്ടങ്ങൾ. മാളു മുറിയിൽ കയറിയപ്പോൾ അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. ഇത് എൻ്റെ മുറിയാണോ? റഹീം പറഞ്ഞു. അതെ, നമ്മുടെ മാളുവിൻ്റെ മുറി. സീന ആ വാക്ക് കേട്ട് റഹീമിനെ നോക്കി. നമ്മുടെ മാളു. അവൾ ആ വാക്ക് മനസ്സിൽ പലതവണ ആവർത്തിച്ചു. എങ്കിലും പുതിയ വീട്ടിലെ ജീവിതം എപ്പോഴും എളുപ്പമായിരുന്നില്ല. റഹീമിൻ്റെ അമ്മ സീനയെ ആദ്യം പൂർണ്ണമായി അംഗീകരിച്ചിരുന്നില്ല. ഒരു ദിവസം അവർ റഹീമിനോട് പറഞ്ഞു, മോനെ, നിനക്കിഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. പക്ഷേ അവൾക്ക് മുമ്പൊരു വിവാഹമുണ്ടായിരുന്നു, അതിലൊരു കുഞ്ഞുണ്ട്. റഹീം ശാന്തമായി ചോദിച്ചു. അമ്മേ, അതിൽ അവളുടെ തെറ്റെന്താണ്? അമ്മ മിണ്ടാതായി. അവൾക്ക് ഒരു കഴിഞ്ഞ കാലമുണ്ട്, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് അവളുടെ ഇന്നാണ്. പക്ഷേ മാളു? റഹീം പതുക്കെ പറഞ്ഞു. മാളു അവളുടെ മകൾ മാത്രമല്ല, ഇനി എൻ്റെയും മകളാണ്.
അമ്മ ഒന്നും പറഞ്ഞില്ല. കാലം കടന്നുപോയി. മാളു പതുക്കെ റഹീമിനോട് അടുക്കാൻ തുടങ്ങി. രാത്രിയിൽ കഥ പറയുന്നത് റഹീം, രാവിലെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് റഹീം, അവളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടത്തിക്കൊടുക്കുന്നത് റഹീം. ഒരു ദിവസം മാളു സ്കൂളിൽ നിന്ന് ഒരു ചിത്രം കൊണ്ടുവന്നു. അമ്മ, മാളു, പിന്നെ ഒരു മൂന്നാമത്തെ മനുഷ്യൻ. റഹീം ചിത്രം നോക്കി. ഇതാരാ? മാളു ചിരിച്ചു. അച്ഛൻ. റഹീമിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ മാളുവിനെ ചേർത്ത് പിടിച്ചു. നീ എന്നെ അച്ഛ എന്ന് വിളിച്ചോ? മാളു ചിരിച്ചുകൊണ്ട് അവന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. അത് കണ്ടു നിന്ന് സീന കരഞ്ഞുപോയി. പക്ഷേ അവരുടെ സന്തോഷത്തിന് ഒരു പരീക്ഷണം കൂടി വരാനുണ്ടായിരുന്നു. ഒരു ദിവസം സീനയുടെ മുൻ ഭർത്താവ് വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് എത്തി. അവൻ മാളുവിനെ കാണണമെന്നാവശ്യപ്പെട്ടു. സീന ഭയന്നു. ഇത്രയും വർഷം എവിടെയായിരുന്നു നിങ്ങൾ? അവൻ പറഞ്ഞു, എനിക്കെൻ്റെ മകളെ കാണണം. സീന മറുപടി പറയാതെ നിന്നു. അവളുടെ മനസ്സിൽ പഴയ മുറിവുകൾ വീണ്ടും തുറന്നു. അവസാനം റഹീമിനോട് അവളെല്ലാം പറഞ്ഞു. റഹീം ശാന്തമായി കേട്ടു. സീന കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുമോ? റഹീം അവളുടെ കൈ പിടിച്ചു. നിന്നെ എന്തിനു വെറുക്കണം? എൻ്റെ കഴിഞ്ഞ കാലം വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നല്ലോ. സീന, നിന്റെ കഴിഞ്ഞ കാലം നിന്റെ തെറ്റല്ല. അവൻ കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം ഓർക്കണം, മാളുവിന് എന്താണ് നല്ലത് എന്ന് നോക്കിയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അന്ന് സീനയ്ക്ക് മനസ്സിലായി, താൻ ശരിക്കും സുരക്ഷിതമായ കൈകളിലാണെന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാളുവിൻ്റെ സ്കൂളിൽ വാർഷിക പരിപാടിയുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും മാതാപിതാക്കളോടൊപ്പം വന്നു. മാളുവിൻ്റെ ക്ലാസ് ടീച്ചർ ചോദിച്ചു, മാളുവിൻ്റെ അച്ഛൻ ആരാണ്? മാളു റഹീമിൻ്റെ കൈപിടിച്ചു. ഇതാണ് എൻ്റെ അച്ഛൻ. അവിടെ നിന്നിരുന്ന ചിലർ തമ്മിൽ നോക്കി. പക്ഷേ റഹീമിൻ്റെ മുഖത്ത് അഭിമാനം മാത്രം. അവൻ മാളുവിൻ്റെ കൈ മുറുകെ പിടിച്ചു. പരിപാടി കഴിഞ്ഞപ്പോൾ മാളു റഹീമിനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വലുതായാലും എന്നെ വിട്ടു പോയില്ലല്ലോ? റഹീം ഒരു നിമിഷം പോലും ചിന്തിക്കാതെ മറുപടി പറഞ്ഞു, ഒരിക്കലും പോകില്ല. അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ സീന റഹീമിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. റഹീം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കാരണം ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നത് നിന്നെ മാറ്റാനല്ല, നിന്റെ ജീവിതത്തോടൊപ്പം നടക്കാനാണ്. സീനയുടെ കണ്ണുകൾ നിറഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. മാളു വളർന്നു. ഒരു ദിവസം അവൾ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി അമ്മയുടെ കയ്യിലൊരു കത്ത് കൊടുത്തു. അമ്മേ, ഇത് വായിക്കണം. സീന കത്ത് തുറന്നു. അതിലെഴുതിയിരുന്നത് എൻ്റെ അമ്മയ്ക്ക്. എനിക്ക് ചെറുപ്പത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ ഞാൻ അറിയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛൻ വന്നു. അദ്ദേഹം എന്നെ ജനിപ്പിച്ചില്ല, പക്ഷെ എന്നെ വളർത്തി. ഞാൻ വീണപ്പോൾ പിടിച്ചു. എനിക്ക് പേടിയായപ്പോൾ ധൈര്യം തന്നു. എനിക്ക് അച്ഛനായി പെരുമാറുന്ന ഒരാളെയാണ് വേണ്ടിയിരുന്നത്. അതെനിക്ക് കിട്ടി. അമ്മേ, നിങ്ങൾ ഒരിക്കൽ തകർന്നു പോയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തോറ്റിട്ടില്ല. നിങ്ങൾ എനിക്കായി വീണ്ടും എഴുന്നേറ്റു. നിങ്ങളെ വിവാഹം കഴിച്ച മനുഷ്യൻ എൻ്റെ ജീവിതത്തിലും ഒരു വീട് പണിതു. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ച് അഭിമാനമാണ്. കത്ത് വായിച്ചു തീർന്നപ്പോൾ സീനയ്ക്ക് കണ്ണുനീർ തടയാനായില്ല. റഹീം അകത്തുനിന്ന് വന്നു. എന്തുപറ്റി? സീന കത്ത് അവന് നൽകി. റഹീം വായിച്ചു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. മാളു രണ്ടുപേരെയും നോക്കി ചിരിച്ചു. എന്താ നിങ്ങൾ രണ്ടുപേരും കരയുന്നത്? റഹീം മാളുവിനെ ചേർത്ത് പിടിച്ചു. സന്തോഷം കൊണ്ടാണ്. അന്ന് രാത്രി സീന ഒറ്റയ്ക്ക് ജനലിനരികിൽ ഇരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഇരുന്ന് അവൾ കരഞ്ഞിരുന്ന ദിവസം അവൾ ഓർത്തു. അന്ന് അവൾക്ക് തോന്നിയിരുന്നു, എൻ്റെ ജീവിതം അവസാനിച്ചു. പക്ഷേ ജീവിതം അവൾക്കായി മറ്റൊരു അധ്യായം സൂക്ഷിച്ചിരുന്നു. അവൾക്ക് ഒരു പുതിയ ഭർത്താവിനെ മാത്രമല്ല കിട്ടിയത്, അവളുടെ കുഞ്ഞിന് ഒരച്ഛനെയും കിട്ടി. അവൾക്കൊരു വീട് മാത്രമല്ല കിട്ടിയത്, ഇതാണ് എൻ്റെ കുടുംബം എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരിടം കിട്ടി. റഹീം അവളുടെ അടുത്തേക്ക് വന്നു. എന്താണ് ആലോചിക്കുന്നത്? സീന പുഞ്ചിരിച്ചു. ഒരിക്കൽ ഞാൻ കരുതിയിരുന്നു, എൻ്റെ ആദ്യ വിവാഹം പരാജയപ്പെട്ടതോടെ എൻ്റെ ജീവിതവും പരാജയപ്പെട്ടു എന്ന്. റഹീം അവളുടെ അരികിലിരുന്നു. പക്ഷേ സീന മാളുവിനെ നോക്കി, പിന്നെ റഹീമിനെ നോക്കി. ഇപ്പോൾ മനസ്സിലായി, ചില വാതിലുകൾ അടയുന്നത് നമ്മളെ ശിക്ഷിക്കാനല്ല, നമ്മൾ അകത്ത് കയറേണ്ട ശരിയായ വാതിൽ തുറക്കാനാണ്. റഹീം പുഞ്ചിരിച്ചു. അപ്പോൾ ഈ വീട് നിനക്കിഷ്ടമാണോ? സീന ചിരിച്ചു. വീട് മാത്രമല്ല, ഇവിടെ എന്നെ കാത്തിരിക്കുന്ന 2 ഹൃദയങ്ങളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മാളു ഓടി വന്ന് ഇരുവരെയും കെട്ടിപ്പിടിച്ചു. 3 പേരും ഒരുമിച്ചിരുന്നു. പുറത്ത് വീണ്ടും മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ സീനയുടെ മനസ്സിൽ മഴയുണ്ടായിരുന്നില്ല. അവിടെ സമാധാനമായിരുന്നു, സ്നേഹമായിരുന്നു, ഒരു കുടുംബത്തിൻ്റെ ചൂടായിരുന്നു. അവൾക്കന്ന് പൂർണ്ണമായി മനസ്സിലായി, ഒരു സ്ത്രീയുടെ കഴിഞ്ഞകാലം അവളുടെ വില നിശ്ചയിക്കുന്നില്ല. അവളുടെ മുറിവുകൾ അവളെ തളർത്തുന്നില്ല. അവളെയും അവളുടെ കുഞ്ഞിനെയും ഹൃദയത്തോടെ സ്വീകരിക്കുന്ന ഒരാൾ വന്നാൽ ജീവിതത്തിൽ രണ്ടാമതൊരവസരം കിട്ടുന്നത് ഭാഗ്യം തന്നെയാണ്. പക്ഷേ ആ അവസരമായി വരുന്ന മനുഷ്യൻ നമ്മളെയും നമ്മുടെ കുഞ്ഞിനെയും ഹൃദയത്തോടെ സ്വീകരിക്കുന്നവനായാൽ അതാണ് യഥാർത്ഥ അനുഗ്രഹം. തകർന്നുപോയ ഓരോ ജീവിതത്തിനും വീണ്ടും മനോഹരമായൊരു തുടക്കമുണ്ടാകട്ടെ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.